നിന്റെ ആവശ്യം എൻ്റെ ആവശ്യം അതായത് ഇപ്പോൾ ഫേസ്ബുക്കിൽ വീഡിയോസ് ചെയ്യണം. ഈ ഫേസ്ബുക്ക് അതേപോലെ യൂട്യൂബ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പുതിയ നമ്മുടെ കമ്പനി പ്രൊമോഷൻ ചെയ്തിട്ടുള്ള അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, മെയിനായിട്ട് ഇപ്പം നിലവിൽ ഫേസ്ബുക്ക് പേജ് ഉണ്ടോ? പേജ് ഉണ്ട്. പേരെന്താ? ഹോം ഫാക്ടറി ബിൽഡേഴ്സ് ആൻഡ് ഡിസൈനേഴ്സ്. ഓക്കെ, ഇപ്പോൾ എത്ര വർഷമായി ഇപ്പോൾ നമ്മൾ സ്ഥാപനം തുടങ്ങിയിട്ട്? ഇപ്പോൾ എത്രയും ഏകദേശം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി വർക്കുകൾ ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 7 വർഷം. 7 വർഷം. അന്ന് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വേറൊരു കമ്പനിയിലേക്ക് നമ്മൾ പുതിയതായിട്ട് ഹോം ഫാക്ടറി തുടങ്ങിയിട്ട് ഒരു 6 മാസം. ഓക്കെ, അപ്പോൾ ഏത് സ്ഥാപനത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു പേജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബിൽഡേഴ്സിൻ്റെ ഇതിനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് തീർച്ചയായിട്ടും വേണം. യൂട്യൂബിൽ ചാനൽ തുടങ്ങാം. പുറമെ ഇൻസ്റ്റഗ്രാം. ഈ 3 അക്കൗണ്ടും ആണ് പ്രധാനമായിട്ടും ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് വേണ്ടത്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. അപ്പം നമ്മളിപ്പോൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യണമെന്ന് ഫേസ്ബുക്കിൽ എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം? ഫേസ്ബുക്കിൽ നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ പ്രധാനമായിട്ടും വേണ്ടത് ഒന്ന്, ഏത് രീതിയിലാണോ നമ്മളുടെ ക്ലയൻസിനുള്ള പ്രശ്നങ്ങൾ എന്താണോ ആ പ്രശ്നങ്ങൾക്കനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻസ് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ടിപ്സുകൾ കൊടുക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഫേസ്ബുക്കിൽ ഇപ്പോൾ 3-4 ഓപ്ഷൻസിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം. 2, നമുക്ക് ടെക്സ്റ്റ് രൂപത്തിലുകൾ കാര്യങ്ങൾ എഴുതാം ടിപ്സുകളായിട്ട്. ഓക്കെ, മൂന്നാമത്തെ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പിക്ചർ രൂപത്തിൽ നമ്മൾ എടുത്തിട്ടുള്ള വർക്കുകളുടെ പിക്ചർ, അതേപോലെ നമ്മൾ വരയ്ക്കുന്ന പ്ലാനുകളുടെ അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസൈൻസോ പ്ലാൻസോ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അതിൻ്റെ 3D ഔട്ട് എടുത്തിട്ടുള്ള പിക്ചറുകൾ നമുക്ക് എന്ത് ചെയ്യാൻ കൊടുക്കാം. അപ്പോൾ പിക്ചർ രൂപത്തിൽ, വീഡിയോ രൂപത്തിൽ, പുറമെ ഈ പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റ് രൂപത്തിൽ, ഇതിലൊക്കെ എന്താ നമ്മൾ കൊടുക്കുക? കണ്ടൻറ് എന്ന് പറയുന്ന സംഭവം നമ്മൾ എന്തും നമുക്ക് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ, സൈറ്റ് വർക്കിൻ്റെ ഫോട്ടോ എടുത്തിട്ട് സെൽഫി എടുത്തിട്ട് ഇട്ടാലും ഫേസ്ബുക്കിലിടാം. നമ്മുടെ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് എന്നുള്ള രൂപത്തിലിടാം. ഇത് ആൾക്കാർ ചെയ്യുക. ഇത് ശരിക്കും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇനി ഒന്നും വേണ്ട, ഒരു സൈറ്റ് തുടങ്ങുന്നതിന് മുൻപ് പ്ലാൻ മുതൽ അത് അവസാനിക്കുന്നത് വരെയുള്ള വീഡിയോ ഘട്ടമായിട്ട് ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വീഡിയോ മൊബൈലിൽ ജസ്റ്റ് ഷൂട്ട് ചെയ്യാം. നമുക്ക് പുതിയൊരു ഓർഡർ പ്രകാരം നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്ന പ്രൊസീജിയർ മുതൽ നമ്മളൊരു വീട് വരക്കാം, നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്. ഇപ്പോൾ ക്ലയൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്ത പ്രകാരം ഇത്രയും നമ്മൾ വരച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രിൻ്റ് എടുക്കുക. ഇതാണ് നമ്മുടെ പ്ലാൻ കാണിച്ചു കൊടുക്കുക. പ്ലാൻ കാണിച്ചു കൊടുത്തതിന് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട. ഇതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സൈറ്റിലേക്ക് പോകുമ്പോൾ ഇവിടെയാണ് നമ്മൾ ഈ ഒരു പ്ലാൻ പ്രകാരം ഈ ഒരു വീട് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുക. അതിലൊന്നും ഫേസ് കാണിക്കണമെന്നില്ല, ഈ ഫേസ് കാണിച്ചിട്ടും ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് വീട് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? അതും ചെയ്യാം. വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. മനസ്സിലാവുണ്ടോ? അതായത് എന്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്? ഒന്ന്, അല്ലല്ല, വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, ഒരു ക്ലയൻറ്റിൻ്റെ വർക്ക് തുടങ്ങുന്നത് മുതൽ എങ്ങനെ നമുക്ക് ഒരു ഐഡിയ പറയുകയാണ്. അതായത് വീഡിയോ നമുക്ക് പ്ലാൻ ചെയ്യുന്ന സമയം മുതൽ കമ്പ്യൂട്ടറിൽ പ്ലാൻ വരച്ചു തുടങ്ങുന്ന സമയം മുതൽ നിങ്ങൾക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. സ്ക്രീൻ ഷൂട്ട് ചെയ്താൽ മതി. നമ്മൾ സംഭവങ്ങൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത്രയും പറഞ്ഞാൽ മതി. ഒരു 15 സെക്കൻഡോ 10 സെക്കൻഡോ ഒരു സാധനം ഷൂട്ട് ചെയ്യാൻ, നല്ല കൂടുതലൊന്നും പറയണ്ട. ഇത് നമുക്ക് അതിൽ വേണമെങ്കിൽ പറയുകയും ചെയ്യാം. അതിൽ ക്ലയൻറ്റിന് നമുക്ക് ഇത്ര ബെഡ്റൂമുള്ള സാധനമാണ് ഉദ്ദേശിക്കുന്നത്, ഇത്ര ചിലവിനുള്ളിൽ ഒരുക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുള്ളിലുള്ള ഒരു സംഭവമാണ് നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്ലാൻ വേണമെങ്കിൽ നമ്മൾ വരച്ചു തരും. ജസ്റ്റ് അത് എന്താ പറയുക, ഒരു പാർട്ടാക്കി എടുത്തിട്ട് ആ ഒരു പാർട്ടിന് അടുത്തൊരു പാർട്ട് എന്ന് പറയുന്നത് ആ ഒരു പാർട്ട് മാത്രം വേണമെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അത് മാത്രം സിംഗിൾ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, രണ്ടാമത്തത്, അപ്പോൾ അതിൽ നമ്മൾ എന്തുകൊണ്ട് നമ്മളിതിൽ ഇങ്ങനെ ഒരു ഇത് ഒഴിവാക്കി? കാരണം ഇത്ര കോസ്റ്റ് കുറക്കാനാണ്. അപ്പോൾ നിങ്ങൾക്കും എന്ത് ചെയ്യാം, ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതിൽ എന്താ വെച്ചാൽ നമ്മൾ ടൈലിടുന്നതിന് പകരം പക്ഷേ ഇന്നതാണ് ഇടുന്നത്. അതെന്തുകൊണ്ട് നമ്മൾ ചെയ്തു അല്ലേ? ഗ്രാനൈറ്റ് ഉപയോഗിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് ഇതാണ്, അദ്ദേഹത്തിന് ടൈലിനേക്കാളും ഇതാണ് താല്പര്യം, അല്ലെങ്കിൽ ഇന്നതിനോടാണ് താല്പര്യം. ഇങ്ങനെ ക്ലയൻസിന് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരാളാണ് എന്ന് അവരുടെ മുൻപിലേക്കൊരു ബോധ്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തുകൊണ്ട് ഇന്ന തീരുമാനങ്ങൾ എടുക്കുന്നു, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഈ വീഡിയോകളിൽ പറയാം. ഇനി ആദ്യഘട്ടം എന്താ പറയുന്നത്? വരക്കുന്നതിൻ്റെ വീഡിയോ. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? ഈ വരച്ച പ്രിൻ്റ് എടുത്തിട്ടുള്ളതിൻ്റെ വീഡിയോ. അപ്പോൾ നമ്മൾ പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഫൈനലി പ്രിൻ്റ് നമ്മൾ ക്ലയൻറ്റിന് കൊടുക്കാൻ പോകുന്നതാണ്. ഇതിൽ വല്ല മാറ്റങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിന് വീണ്ടും വരച്ചിട്ട് നമ്മൾ റെഡിയാക്കി കൊടുക്കും.
ഇത് കേൾക്കുന്ന ആളുടെ സംബന്ധിച്ച് ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കുക ഇയാളെ കൊണ്ട് എത്ര വേണമെങ്കിലും വരപ്പിക്കാം, അല്ലെങ്കിൽ ഇയാൾ നമുക്ക് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറേ കൺസേൺസ് ഉണ്ട്. ഒരു പ്രാവശ്യം വരച്ച സാധനം മാറ്റി വരപ്പിക്കാൻ പറ്റുമോ, അതിനെന്ത് ചാർജ് വരുന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ ആൾക്കാരുടെ കൺസേൺസ് ആണ്. പക്ഷെ ഇതൊന്നും ഇല്ല എന്നുള്ളത് അവർ അറിയില്ല. അവർ അറിയിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളടുത്തേക്ക് എന്നത് വരും. അവർക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പം അങ്ങനെ ഒരു സംഭവം ചെയ്യാം ആ രൂപത്തിലേക്ക്. അതേപോലെ പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ ക്ലയൻസിന് വീണ്ടും വരച്ചു കൊടുക്കും. അങ്ങനെ വരച്ചതിന് ഫൈനൽ പ്രിൻ്റ് ഇതാണെന്നും പറഞ്ഞിട്ട് മാറ്റങ്ങളുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാം, ഓക്കെ നമ്മൾ വരച്ചതാണ് ക്ലയൻറ്റ് നമ്മൾ കാണിച്ചു കൊടുത്തു, പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇത്തിരി മാറ്റങ്ങൾ വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പാർട്ട് നമ്മൾ മാറ്റാൻ പോകണം, ഈ പാർട്ട് മാറ്റാം. ഇത് ആ പ്രിൻ്റ് എടുത്ത സീൽ എന്ത് ചെയ്യാണ്, വേണ്ട മാറ്റങ്ങൾ നമ്മൾ എടുത്തിട്ട് നമ്മൾ വരക്കണം, വീണ്ടും വീഡിയോ ഷൂട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ഫൈനൽ ഔട്ട് എടുക്കുക. ഈ ഫൈനൽ എടുത്തിട്ട് ക്ലയൻറ്റിനെ വീണ്ടും കാണിക്കുക. വീണ്ടും കാണിച്ചിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റ് ഹാപ്പി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സൈറ്റ് പോയി കാണുന്നു. അല്ലെങ്കിൽ അതിന് മുൻപ് തന്നെ സൈറ്റ് കാണുമെങ്കിൽ തീർച്ചയായിട്ടും സൈറ്റ് കാണേണ്ടി വരുമല്ലോ. അപ്പോൾ ആ സൈറ്റ് കാണുന്ന വീഡിയോ ക്ലയൻറ്റിനെ മീറ്റ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണത്, ഈ സൈറ്റിൽ നമ്മൾ വീട് പണിയാൻ പോകണം, ഈ സൈറ്റിൽ ലൊക്കേഷൻ ഇതൊക്കെ അളന്ന പ്രകാരം നമ്മൾ എന്ത് ചെയ്യുന്നു, വരക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേണമെങ്കിൽ കാണിക്കാം. കാരണം അങ്ങനെയാണ് നോർമലി നടക്കുക അല്ലേ. അപ്പോൾ ആ രൂപത്തിൽ എന്ത് ചെയ്യുക, ഒരു ഓർഡറിൽ എന്ത് ചെയ്യുക, സൈറ്റ് പോയിട്ട് ലൊക്കേഷൻ കാണുന്നതിൻ്റെ സൈറ്റിൻ്റെ എന്ത് ചെയ്യാം, ഇതെടുക്കാം, സൈറ്റിൻ്റെ ഒരു വീഡിയോ എടുക്കുക. എവിടെയാണ് നമ്മൾ വീട് പണിയാൻ പോകുന്നത് നമ്മുടെ ക്ലയൻറ്റിനുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, ആ വീട് പണി തുടങ്ങുന്നത് അവിടെ ഈ പ്ലാനൊക്കെ കാര്യങ്ങളൊക്കെ ആയി അഡ്വാൻസ് വാങ്ങി പണി തുടങ്ങുന്ന സമയം ഇതിൽ എന്ത് തുടങ്ങും, കുറ്റിയടിക്കുന്ന സംഭവമാണെങ്കിൽ നമ്മുടെ ഈ ആ വർക്ക് പ്രകാരമുള്ള കുറ്റിയടിക്കുന്നതിൽ തുടങ്ങുകയാണ് എന്ന് പറയാതെ വീഡിയോ ഷൂട്ട് ചെയ്യുക. കുറ്റിയടിക്കുന്ന സ്റ്റേജ് ഇതൊക്കെ ഓരോന്നും ഷൂട്ട് ചെയ്തിട്ട് അവസാനം പണി തീരുന്ന സമയമാകുമ്പം ഇത് ഓരോന്നും എന്ത് ചെയ്യാം, നിനക്ക് ഫേസ്ബുക്കിൽ ലൈവായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ചെറിയ ഇതായിട്ടോ വിടാം. ഈ വിടുന്നത് ചെറിയ വീഡിയോകളായിട്ട്, ചെറിയ ക്ലിപ്പിംഗ് വീഡിയോകളായിട്ട്, 1 മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ട് വിടാം. എന്നിട്ട് ഈ വീഡിയോസ് എല്ലാം എടുത്തു വെച്ചിട്ട് പിന്നീട് എന്ത് ചെയ്യാം, ഒരു ഫുൾ വ്ളോഗായിട്ട് വേണമെങ്കിൽ ചെയ്യാം. അതായത് പണി തുടങ്ങി അവസാനം തീരുന്നത് വരെയുള്ള ഒരു ഫുൾ വീഡിയോ ആയിട്ടും വേണമെങ്കിൽ ചെയ്യാം. അതായത് നമ്മളൊരു വർക്ക് തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ എടുക്കാം. അപ്പോൾ അതിൻ്റെ ഓരോ ഘട്ടം, ഫോർ എക്സാമ്പിൾ നമ്മൾ കുറ്റിയടിച്ചു, ഇനിയിപ്പോൾ നമ്മൾ ബെൽറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്താ പറയുക ഫൗണ്ടേഷൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവിടേക്ക് മണ്ണടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഓരോന്നും ഡോക്യുമെൻ്റ് ചെയ്യുക, ഓരോന്നും കാര്യങ്ങൾ ചെയ്യുക. നമ്മളതല്ലേ ചെയ്യണത്. ഈ രൂപത്തിൽ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യുക, ഓരോന്നും ഡോക്യുമെൻ്റ് ചെയ്യുക, ഓരോന്നും വീഡിയോ രൂപത്തിൽ ഷൂട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിലിങ്ങനെ സംസാരിക്കുകയും ചെയ്യുക. നമ്മൾക്കറിയാവുന്ന ഭാഷയിൽ സംസാരിച്ചാൽ മതി. എന്നിട്ട് സംസാരിച്ചിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനുശേഷം ഇവിടെ ഈ ക്ലയൻസിൻ്റെ അടുത്ത് നിന്ന് ഓരോ ഘട്ടം, ഈ കട്ടിൽ വെക്കുന്നത്, പടവിൻ്റെ സീന് വരുമ്പോൾ പടവിൻ്റെ സംഭവങ്ങൾ, അതിനിടയ്ക്ക് ടിപ്സുകൾ പറഞ്ഞു കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെയൊക്കെ ചെയ്യണം, അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കോസ്റ്റ് കുറക്കാൻ പറ്റും. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, മണലൊക്കെ ഇത്രയും സാധനങ്ങളൊക്കെ മുൻകൂട്ടി അടിച്ചിടാൻ പറ്റുമെങ്കിൽ അങ്ങനെ കുറക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നിന്ന് പോയിട്ട് മണലെടുക്കുകയാണെങ്കിൽ നാക്കിന് കിട്ടും, ഇന്ന സ്ഥലത്ത് നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നിനക്കറിയാവുന്ന സാധനമാണ്. ഇതൊക്കെ നിൻ്റെ അടുത്തേക്ക് ഒരു ക്ലയൻറ്റ് വരുമ്പോഴേ നീ പറഞ്ഞു കൊടുക്കുള്ളൂ. എന്തുകൊണ്ട് നിനക്ക് അതിന് മുൻപ് പറഞ്ഞു കൊടുത്തുകൂടാ? എന്നാൽ ആ ക്ലയൻറ്റ് മുഴുവൻ നിനക്ക് ആദ്യമേ വരും.